പിടികിട്ടാതെ അല്ലെങ്കിൽ പിടി കൊടുക്കാതെ രാഹുൽ മാങ്കൂട്ടം ഇങ്ങനെ വഴുതി മാറി എവിടെയോ ഒളിച്ചിരിക്കുന്നുണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സാമ്പത്തിക സോഴ്സ് എന്തായിരിക്കും? അതിനു മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ പിടി കിട്ടാതെ പിടി കൊടുക്കാതെ എന്നൊക്കെ പറയുന്നതിനേക്കാളപ്പുറം പിടിക്കാതെയും ഇരിക്കുന്നു എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കേരള സർക്കാരിൻ്റെ, പിണറായി വിജയൻ സർക്കാരിൻ്റെ ഐശ്വര്യമായി രാഹുൽ മാങ്കൂട്ടത്തിൽ മാറുകയാണ്. എന്തെല്ലാം വിഷയങ്ങൾ വേറെയുണ്ട്. പ്രതിപക്ഷത്തിൻ്റെ മുമ്പിൽ ഒരുപാട് ആയുധങ്ങളുണ്ട്. അബോർഷൻ കൊടുത്ത ഗുളിക ഇതെങ്ങനെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കിട്ടി? മെഡിക്കൽ മാഫിയയുമായിട്ട് ഇവനുള്ള ബന്ധം എന്താണ്? ഇവരുടെ മെഡിക്കൽ റിലേഷൻഷിപ്പ് കാര്യം എവിടെ നിന്നാണ് ഈ മരുന്ന് കിട്ടിയ സോഴ്സ്? രാജഭായ് നമസ്കാരം. നമസ്കാരം. പിടികിട്ടാതെ അല്ലെങ്കിൽ പിടി കൊടുക്കാതെ രാഹുൽ മാങ്കൂട്ടം ഇങ്ങനെ വഴുതി മാറി എവിടെയോ ഒളിച്ചിരിക്കുന്നുണ്ട്. എവിടെയാണ് എന്നറിയില്ല. ഒരുപക്ഷെ നമ്മുടെ ഓഫീസിൻ്റെ ഏതെങ്കിലും കോണിൽ ഇരിപ്പുണ്ടോ എന്നുപോലും നമുക്ക് പറയില്ല. തൂണിലും തുരുമ്പിലും ദൈവം ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം എവിടെയാണെന്ന് ആർക്കും അറിഞ്ഞൂടെ. എവിടെ വേണമെങ്കിലും രാഹുൽ മാങ്കൂട്ടം ഏത് സമയത്തും പ്രത്യക്ഷപ്പെട്ടേക്കാം. അതവിടെ നിൽക്കട്ടെ. ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സാമ്പത്തിക സോഴ്സ് എന്തായിരിക്കും? അതിനു മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ പിടി കിട്ടാതെ പിടി കൊടുക്കാതെ എന്നൊക്കെ പറയുന്നതിനേക്കാളപ്പുറം പിടിക്കാതെയും ഇരിക്കുന്നു എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കേരള സർക്കാരിൻ്റെ, പിണറായി വിജയൻ സർക്കാരിൻ്റെ ഐശ്വര്യമായി രാഹുൽ മാങ്കൂട്ടത്തിൽ മാറുകയാണ്. എന്തെല്ലാം വിഷയങ്ങൾ വേറെയുണ്ട്. പ്രതിപക്ഷത്തിൻ്റെ മുമ്പിൽ ഒരുപാട് ആയുധങ്ങളുണ്ട്. സർക്കാരിനെതിരെ ഏറ്റവും രൂക്ഷമായി പ്രതിപക്ഷത്തിന് തെരുവിലിറങ്ങാൻ പറ്റുന്ന വിഷയങ്ങളുണ്ട്. ആ സമയത്ത് പ്രതിപക്ഷം ഐഡിലായിപ്പോയി എന്നുള്ളതാണ്. കാരണം അവർ ആകെ വല്ലാതെ ഫ്രീസ് ചെയ്യപ്പെട്ടു പോയി, മരവിച്ചു പോയി. ആ മരവിച്ചു പോയ ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ്. അപ്പോൾ അന്തരീക്ഷത്തിൽ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ള വാർത്തകളെല്ലാം കെട്ടടങ്ങുക. ഇപ്പോൾ വാസുവിൻ്റെ വിഷയം ഇവിടെ കിടക്കുന്നുണ്ട്, ബാക്കിയുള്ള കാര്യങ്ങളുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ ഇതിനിടയിൽ കൂടെ ഡീൽ നടക്കുന്നുണ്ട്, ബാക്കിയുള്ള വിഷയങ്ങളുണ്ട്. PMCയിലെ ഈ വിവാദങ്ങളെല്ലാം കെട്ടടങ്ങിപ്പോകുന്നു. ഈ കെട്ടടങ്ങിപ്പോകുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുലിന് നിൽക്കുന്നതാണ്. രാഹുലിന് തുടർച്ചയായി ജാമ്യം നിഷേധിക്കപ്പെടുകയും, ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ അവൻ വന്ന് ജാമ്യം എടുക്കും. പോകുന്ന അപ്പീൽ കോടതികളിലെല്ലാം, ഹയർ കോടതികളിലെല്ലാം ജാമ്യം നിഷേധിക്കപ്പെടുകയും അതുവരെ രാഹുലിനെ പിടിക്കാതിരിക്കുകയും ചെയ്യുക എന്ന ഒരു സാധനം, അതൊരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സ്ട്രാറ്റജിയോട് എനിക്ക് വിയോജിപ്പുണ്ട്. പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ അവർക്ക് അവരുടെ കാര്യമാണ്. ഈ ത്രിതല പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ, അതായത് ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിന് 4 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ഇനി ആവശ്യപ്പെടാനുള്ളത് അല്ലെങ്കിൽ കോൺഗ്രസ് ആണ് പറയേണ്ടത്, രാഹുലിനെ പിടിക്കണം, അറസ്റ്റ് ചെയ്യാത്ത ആഭ്യന്തര വകുപ്പിൻ്റെ വീഴ്ചയാണ് എന്ന് പറഞ്ഞിട്ട് അവർ സെക്രട്ടേറിയറ്റിന് മുമ്പിലേക്ക് സമരം നടത്തണം. രാഹുലിനെ അറസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞ് VD സതീശൻ്റെയും KC വേണുഗോപാലിൻ്റെയും രമേശ് ചെന്നിത്തലയുടെയും PK കുഞ്ഞാലിക്കുട്ടിയുടെയും നേതൃത്വത്തിൽ UDFൻ്റെ ഒരു റാലി നടത്തുകയും നിയമസഭ വിളിച്ചു കൂട്ടിയാൽ നിയമസഭയ്ക്കകത്ത് രാഹുലിനെ അറസ്റ്റ് ചെയ്യാത്ത, കഴിവില്ലാത്ത, ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യേണ്ടുന്ന ഒരു ഗതികേട്ടിലേക്ക് UDFനെ എത്തിക്കുക എന്നുള്ളതാണ്. അവർ ജയിപ്പിച്ച MLA പിടിക്കാത്ത സർക്കാരിൻ്റെ കഴിവുകേടിനെതിരെ അവർ ആ MLA പിടിക്കണം. അത് പിടിക്കാത്തതുകൊണ്ട് മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പറയേണ്ടി വരുന്ന ഒരു ഗതികേട്ടിലേക്ക് ഡബിൾ ഗെയിം അങ്ങനെ ഒരു ആവശ്യം ഉറപ്പായിട്ടും അടുത്ത ദിവസം പിടിക്കും. അതല്ലെങ്കിൽ ഇവരിപ്പം രാജാവായിട്ട് മാറും. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നമ്മൾ പൊളിറ്റിക്സ് പലപ്പോഴും നമ്മൾ പറയാറുണ്ട് പൊളിട്രിക്സ് ആവുന്നതിനകത്ത് എനിക്ക് യോജിപ്പില്ലാത്ത ആളാണ്. പക്ഷേ നിർഭാഗ്യകരം എന്ന് പറയട്ടെ, നമ്മുടെ ഇന്ത്യയിലെ, കേരളത്തിലെ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ രാഷ്ട്രീയം പൊളിട്രിക്സ് ആയിട്ട് തന്നെ മാറുന്നുണ്ട്. അത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ അങ്ങനെയാണ്. അല്ലാതെ പണ്ടത്തെ പോലെ ഗാന്ധിസം പിടിച്ചുകൊണ്ട് കോൺഗ്രസും, അല്ലെങ്കിൽ മാർക്സിസം ലെനിനിസം പിടിച്ചുകൊണ്ട് CPM-ഉം CPI-യും, അല്ലെങ്കിൽ ഭാരതീയ ദർശനങ്ങൾ പിടിച്ചുകൊണ്ട് BJP-യും ഒക്കെ നിൽക്കുന്നു എന്നുള്ള യാതൊരു ധാരണയും വേണ്ട. അങ്ങനൊന്നുമില്ല. സമുദായ താല്പര്യങ്ങളുടെ സംരക്ഷണം എന്നുള്ള രീതിയിൽ മുസ്ലിം ലീഗും സമുദായ താല്പര്യത്തിന് നിൽക്കുന്നുള്ള തെറ്റിദ്ധാരണ വേണ്ട. സമുദായ താല്പര്യത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് സമുദായത്തിലെ വരേണ്യവർഗ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്ന ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. കമ്മ്യൂണിസവും മാർക്സിസം പോയിട്ട് സോഷ്യലിസം പോലും തന്നെ CPM-ഉം CPI-യും ഏതോ കാലത്ത് വഴിയിൽ ഉപേക്ഷിച്ചു. ഗാന്ധിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗാന്ധിയെ കാണുന്നത് ഇപ്പോൾ അലർജിയായി ഗാന്ധിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ അർദ്ധനഗ്നനായ ഫക്കീർ എന്നൊക്കെ പറയുമ്പം ഇവർക്ക് കാരണം ഷൂവും ജീൻസും ടീഷർട്ടും ഇട്ടിട്ട്, കളർ ഷർട്ടുകളും അങ്ങനെ ഇട്ടിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന അവർക്ക് ഗീതർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുച്ഛമുള്ള കാലം. മൊത്തത്തിൽ എൻ്റെയും CPI-യുടെയും ഒക്കെ ജീവിതത്തിൽ തന്നെ നമ്മുടെ പൂർവികരിൽ സൂക്ഷിച്ചിരുന്ന മൂല്യത്തിൽ നിന്ന് നമുക്ക് മൂല്യച്യുതി വന്നിട്ടുണ്ട്. അത് സമൂഹത്തിൻ്റെ ഒരു പരിണാമത്തിൻ്റെ ഘട്ടങ്ങൾക്കകത്ത് ടെക്നോളജി വളരുന്നുണ്ട്, ബാക്കിയുള്ളതൊക്കെ ഉണ്ടാകുമ്പോഴും നമ്മുടെ ജീവിത നിലവാരം ഉയരുമ്പോഴും നമ്മുടെ മൂല്യബോധം കുറയുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അടുത്ത ജനറേഷനിലേക്ക് ആകുമ്പോൾ, CPI-യുടെ മക്കളുടെ കാലഘട്ടമാകുമ്പോൾ അത് അതിനേക്കാളും കുറഞ്ഞു പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ലോകത്താകെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അത് സംഭവിക്കാത്തത് അപൂർവമായി സ്കാൻഡിനേവിയൻ കൺട്രീസിൽ മാത്രമാണ്. ഓക്കെ, അതൊരു ക്ലാസിക്കൽ വിഷയമാണ്. ശരിക്കും നമ്മൾ ഇതുമായിട്ട് മിക്സ് ചെയ്യേണ്ടതല്ല. എന്തായിരുന്നാലും ഇതിനകത്ത് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം എന്ന് പറയുമ്പോൾ, ഒന്ന് അബോർഷൻ കൊടുത്ത ഗുളിക ഇതെങ്ങനെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കിട്ടി? മെഡിക്കൽ മാഫിയയുമായിട്ട് ഇവനുള്ള ബന്ധം. ഇവൻ്റെ ലിറ്റിൽ പ്ലാനറ്റ് എന്ന് പറയുന്ന ഇവൻ്റെ ഈ മരുന്ന് കൊണ്ടുപോയി കൊടുത്തു എന്ന് ആരോപിക്കുന്ന ജോബി ജോസഫ്, അവൻ നടത്തുന്ന സ്ഥാപനമാണ്. അതിനകത്ത് രാഹുലിന് പങ്കാളിത്തമുള്ള സ്ഥാപനം എന്ന് ആരോപിക്കപ്പെടുന്നുണ്ട്. ലിറ്റിൽ പ്ലാനറ്റ് ഇലക്ഷൻ ഡിക്ലറേഷനിൽ കൊടുത്തിട്ടുണ്ട്. ലിറ്റിൽ പ്ലാനറ്റ് എന്ന് പറയുന്നത് കിഡ്സ് വെയറും ടോയ്സുമാണ്. ഈ ജോബി ജോസഫ്
പിന്നെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ആക്സിസ് ബാങ്കിൽ കേവലം 10,000 പിന്നെ 9,000-ത്തിലോ 12,000-ത്തിനോ ഇടയ്ക്ക് ശമ്പളത്തിന് സെയിൽസ് എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരാളാണ് ഈ ജോബി ജോസഫ്. ഇപ്പോൾ അവരെ പത്തനംതിട്ടയിൽ തുടങ്ങി, അടൂർ തുടങ്ങി, തിരുവല്ല തുടങ്ങി ഫ്രാഞ്ചൈസികൾ, ചെങ്ങന്നൂർ തുടങ്ങി, ചങ്ങനാശ്ശേരിയിലെ വർക്ക് അവസാന ഘട്ടത്തിലാണ്. അതായത് അവർ ബിൽഡിങ് മൊത്തത്തിൽ റെൻറ്റിനെടുത്തിട്ട് അവരുടേതായ രീതിയിൽ അതിനകത്ത് ഇന്നോവേഷൻ വർക്കുകൾ നടത്തിയിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. അതായത് എല്ലാ ഇതിൻ്റെയും അതിൻ്റെ ഇൻറ്റീരിയറും ബാക്കിയുള്ളതും എക്സ്റ്റീരിയറും ഒക്കെ ഒരേ ലുക്കിലുള്ള രീതിയിൽ ഒരു ബ്രാൻഡഡ് സംഭവമായിട്ട് മാറ്റിയെടുക്കുകയാണ്. അതായത് കേരളത്തിൽ എല്ലായിടത്തും ഔട്ട്ലെറ്റുകൾ വരുന്ന വലിയ ശൃംഖലയായിട്ട് മാറ്റുകയാണ്. ഇങ്ങനെ പിന്നെ ബിസിനസ് ചെയിൻ ഗ്രൂപ്പായിട്ടത് മാറ്റുമ്പം ഒരെണ്ണത്തിന് മിനിമം 1.5 CR ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. 5 എണ്ണം ആകുമ്പം 7.5 CR ആയി. അപ്പോൾ ഈ സംഭവങ്ങളുടെ സോഴ്സ് എവിടെയാണ് എന്നുള്ളത് വലിയ വിഷയമാണ്. 2, ജോബി കെ ജോസഫിന് എന്താണ് ഡ്രഗ് മാഫിയുമായിട്ടുള്ള ബന്ധം? ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ, ഗൈനക്കോളജിസ്റ്റിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ എങ്ങനെയാണ് അബോർഷനുള്ള മരുന്ന് കിട്ടുന്നത്? അത് വലിയ പ്രശ്നമാണ്, ചോദ്യമാണത്. അവിടെയാണ് സിവിദിൻ്റെ വിഷയം. ഇപ്പം നമ്മുടെ അത്യാവശ്യം നമ്മളിപ്പം കഞ്ചാവ് അല്ലെങ്കിൽ ബാക്കിയുള്ള സാധനങ്ങളിൽ നിന്നൊക്കെയാണ്, ഒപ്പിയം ഇതിൽ നിന്നൊക്കെ തന്നെയാണ് നമ്മളെ പല മരുന്നുകളും ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് കഞ്ചാവ് കൃഷി ചെയ്യുന്നുണ്ട്, അർത്ഥത്തിൽ മരുന്നുകൾക്കുള്ള കണ്ടൻറ്റാണ്. ഈ സാധനം മെഡിസിനൽ പ്ലാന്റ്സ് ആണ്, സത്യത്തിൽ ഔഷധ സസ്യങ്ങളാണ്. അതൊരു ഘട്ടം കഴിയുമ്പോൾ അധികമായാൽ അമൃതം വിഷം എന്ന് പറയുന്ന പോലെയാണ് ഈ മരുന്ന് എന്ന് പറയുന്നത്. ദുരുപയോഗപ്പെടുത്തപ്പെടുമ്പോഴാണ് കുഴപ്പം വരുന്നത്. പിന്നെ ഇപ്പം ഹെറോയിൻ എന്ന് പറയുന്നത് പോപ്പിച്ചെടിയുടെ വിത്തുകായ്കളാണ്. അത് റബ്ബർ ടാപ്പ് ചെയ്യുന്ന പോലെ ടാപ്പ് ചെയ്തിട്ട് അതിൻ്റെ കറ എടുത്തിട്ട് അതിൽ നിന്നാണ് അത് ഉണക്കിയെടുത്തിട്ടാണ് ഈ കറുപ്പുണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരേ കൊക്കൈൻ്റെ രീതി വേറൊന്നാണ്. കൊക്കൈൻ യൂസ് ചെയ്യുമ്പോഴും ഈ ബാക്കിയുള്ള മരുന്നുകൾ യൂസ് ചെയ്യുമ്പോഴും ഒക്കെ, അല്ലെങ്കിൽ ഈ ലഹരി മരുന്നുകൾ യൂസ് ചെയ്യുമ്പോഴും ഇത് നമ്മളെ പിന്നെ സെൻട്രൽ ന്യൂറോ സിസ്റ്റത്തെ, കേന്ദ്ര നാഡീ വ്യവസ്ഥയെ മുഴുവൻ ബാധിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പം ഇവന് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഈ സാധനം കിട്ടിയെന്ന് പറയുന്നതിനകത്ത് വലിയ പ്രശ്നമുണ്ട്. ഒറ്റ കാര്യം മതി, സൈക്കിക് ഇഷ്യൂ ഉള്ള ആളുകൾക്ക് സ്ലീപ്പിംഗ് പിൽസ് ഇവാണ്. ഇപ്പോൾ സൈക്കോ തെറാപ്പിക്കുള്ള ബാക്കിയുള്ള മരുന്നുകളൊക്കെ ഉള്ളതിനുള്ള പോലെ തന്നെ സ്ലീപ്പിംഗ് പിൽസ് പോലും പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കിട്ടത്തില്ല. നമ്മളിവിടെ നിന്ന് ഇപ്പോൾ ഡയസ്ഫാം പോലെയുള്ള പിന്നെ മരുന്നുകൾ ഗൾഫിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഇത്തരം കണ്ടൻറ്റുകളുള്ള മരുന്നുകൾ കൊണ്ടുപോവുകയാണെങ്കിൽ പ്രിസ്ക്രിപ്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ജയിലില്ല. നേരെ അവിടെ നിന്ന് ചെല്ലുമ്പം അവർ പിടിച്ചു കഴിഞ്ഞാൽ നേരെ ജയിലില്ല. ലഹരി മരുന്ന് കടത്തിയതാണ് കുറ്റം. സാധാരണ മരുന്നിൻ്റെ പോലെ തന്നെ സ്ട്രിപ്പായിട്ടാണ്, ഒക്കെ ആയിരിക്കും, പക്ഷേ ലഹരി മരുന്നാണ് സാധനം, അതിൻ്റെ കണ്ടൻറ്റ് നോക്കുമ്പോൾ. അപ്പം ഇതിൻ്റെ എല്ലാം പലതിൻ്റെയും കണ്ടൻറ്റ്, ഇപ്പോൾ നമ്മുടെ കപ്പ് സിറപ്പിൻ്റെ പോലും കണ്ടൻറ്റ് അങ്ങനെയാണ് നിൽക്കുന്നത്. പിന്നെ മരുന്ന് മേഖലയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവന് മരുന്ന് പിന്നെ ബിസിനസ്സിനും ഈ ജോബി ജോസഫിനും ഇവനും അതുമായിട്ട് ബന്ധമുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. അപ്പം അങ്ങനെ വരുമ്പം എന്താണ് ഇവരുടെ മെഡിക്കൽ റിലേഷൻഷിപ്പ്? കാര്യം എവിടെ നിന്നാണ് ഈ മരുന്ന് കിട്ടിയ സോഴ്സ്, ക്വാളിഫിക്കേഷൻ, ആ സ്ഥാപനം ഇതിനകത്ത് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കൊടുത്തത്. പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ സർപ്ലസ് ഉണ്ടായിട്ടാണ്. കാരണം ഇത്തരം മെഡിസിൻസ് പ്രിസ്ക്രിപ്ഷൻ പ്രകാരം മാത്രമേ കൊടുക്കാവൂ എന്നുള്ളതുണ്ട്. ചില മെഡിസിൻസ് ഇപ്പോൾ സൈക്കാട്രിക് ഇഷ്യൂസിനൊക്കെയുള്ള മെഡിസിൻസ് ആണെന്നുണ്ടെങ്കിൽ ആ പ്രിസ്ക്രിപ്ഷൻ അവിടെ മേടിച്ച് വെക്കും, മെഡിക്കൽ സ്റ്റോറിൽ വേണം, അതവിടെ അറ്റാച്ച് ചെയ്തിരിക്കണം ഫയലിൽ. അതിൻ്റെ പിന്നെ ബില്ലിൻ്റെ കൂടെ ഇതോടെ വെച്ചിരിക്കണം. കാരണം വരുന്ന സ്റ്റോക്കും എൻ്റർ ചെയ്യുന്ന സ്റ്റോക്കും ഫിസിക്കൽ സ്റ്റോക്കും, സിസ്റ്റത്തിലുള്ള സ്റ്റോക്കും ഫിസിക്കൽ സ്റ്റോക്കും റെയ്ഡ് വന്നാൽ കറക്റ്റ് ആയിരിക്കണം, ടാലി ആയിരിക്കണം. വന്നതും പിന്നെ ഇവിടെ നിന്ന് സോൾഡായി പോയതും എല്ലാം കൂടെ ചെക്ക് ചെയ്യുമ്പോൾ ടാലി ആയിരിക്കണം, പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങൾക്കകത്ത്. അതിനകത്ത് ഡാൻസ് ഓഫിനോ അല്ലെങ്കിൽ എക്സൈസ് വകുപ്പിനോ വരെ പരിശോധിക്കാവുന്നതാണ് ഇത്തരം കാര്യങ്ങൾ. മെഡിക്കൽ ഫീൽഡിലുള്ളവർക്ക് മാത്രമല്ല, അല്ലെങ്കിൽ ടാക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു എൻക്വയറി അല്ല, അതിനപ്പുറത്ത് മരുന്ന് ഷാപ്പുകളിൽ നാർക്കോട്ടിക് സെല്ലിന് വേണമെങ്കിൽ പരിശോധിക്കാവുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇതിനകത്ത് വലിയ കളികൾ നടക്കുന്ന ഒരു ലോബി ഉണ്ട് എന്നുള്ളതാണ് അതിനകത്ത് വ്യക്തമായിട്ടുള്ളത്. അവിടെ ആ ലോബിക്കകത്ത് ഇവന് വേണ്ടിയിട്ട് മരുന്ന് എത്തിച്ചു എന്ന് പറയുന്ന ജോബി ജോസഫിനും, ഇവർ രണ്ടുപേരും പാർട്ട്നേഴ്സാണ്, ഞാൻ പറഞ്ഞ ലിറ്റിൽ പ്ലാനറ്റിൻ്റെ പാർട്ട്നേഴ്സാണ്. ഇവരുടെ സാമ്പത്തിക അഭിവൃദ്ധിയുടെ അടിത്തറ എന്താണ് എന്നുള്ളതാണ് ആലോചിക്കേണ്ടത്. സാധാരണ കുടുംബത്തിൽ വന്ന അടൂരിലെ ഒരു സാധാരണ നായർ കുടുംബത്തിലുള്ളതാണ്. തെന്നല ബാലകൃഷ്ണപിള്ളയാണ് ഇവൻ്റെ പിന്നെ രാഹുലിൻ്റെ അച്ഛനെ പഠിപ്പിച്ചതുപോലും. തെന്നല ബാലകൃഷ്ണപിള്ള അവിടെ MLA ആയിരുന്ന കാലത്ത്, അടൂർ MLA ആയിരുന്ന കാലത്ത് പുള്ളിയുടെ ഒരു സന്ത സഹചാരിയായിട്ട് അവർ അവിടെ വരുമ്പോൾ ഒരു അനുചരൻ എന്നുള്ള രീതിയിൽ, ബാല്യക്കാരൻ എന്നുള്ള രീതിയിൽ വന്നിരുന്നതാണ്. പക്ഷേ രാഹുൽ മാങ്കുട്ടത്തിൽ തെന്നല ബാലകൃഷ്ണപിള്ള മരണപ്പെട്ട സമയത്ത്, നിലമ്പൂർ ബൈ ഇലക്ഷൻ്റെ സമയത്ത് അവിടെ വെച്ച് മാധ്യമങ്ങൾക്ക് കൊടുത്ത പറ്റി പറഞ്ഞു എൻ്റെ മുത്തശ്ശനാണെന്ന് പറഞ്ഞ് ആവർത്തിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ, തെന്നല ബാലകൃഷ്ണപിള്ളയുടെ കുടുംബാംഗങ്ങൾ എന്നെ ബന്ധപ്പെട്ടിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾ ഒരു വാർത്ത കൊടുക്കണം, മാധ്യമങ്ങളിലും പറഞ്ഞാൽ ആരും കൊടുക്കത്തില്ല, നിങ്ങളൊരു വാർത്ത ചെയ്യാമോ എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധുക്കൾ. ഞാൻ ചോദിച്ചു മുത്തശ്ശിയുമായിട്ട് സംസാരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു വിഷമത്തിലാണ്, പക്ഷേ കാരണം അവൻ ഞങ്ങളെ പേരിങ്ങനെ ഉപയോഗിക്കുന്നതിനകത്ത് വിഷമമുണ്ട്, പക്ഷേ ദുരുപയോഗപ്പെടുത്തുന്നതിനകത്ത്, പറയുന്നതിന് കുഴപ്പമില്ല, ദുരുപയോഗപ്പെടുത്തുന്നതിനകത്ത് ഒരു കരുണ തോന്നി കുറേ സഹായിച്ചിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ നന്ദി പോലും കാണിച്ചിട്ടില്ല എന്നൊക്കെയുള്ള രീതിയിലാണ് അവർ പറഞ്ഞിട്ടുള്ളത്. കാരണം വന്ന വഴികൾ മറന്നുപോയ ഒരാളാണ് രാഹുൽ. ഷാഫിയിലൊട്ടും മോശമില്ല, അതുകൊണ്ടാണല്ലോ തന്നെ വളർത്തിയ ഉമ്മൻചാണ്ടിയുടെ പിന്നെ മകനെ പിന്നീന്ന് ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുകയും ഒരു ട്രോൾ മെറ്റീരിയലായിട്ട് മാറ്റുകയൊക്കെ ചെയ്തു. ഉമ്മൻചാണ്ടി കുത്തിയില്ല, എല്ലാവരും കുത്തിയില്ലേ. പിന്നെ PT തോമസിനെ
പാലോചിച്ചില്ല, ഒരു തോമസ് ഭാര്യയ്ക്കെതിരെ പ്രചരണം നടത്തിയില്ലേ, ഓക്കെ. ജയിക്കുമ്പോൾ ജീപ്പെ കയറിയിട്ട് കൊടി വീശി കാണിക്കാൻ മുമ്പിലും എല്ലായിടത്തും. ഞാൻ പറഞ്ഞു വന്നത് തെന്നല ബാലകൃഷ്ണപിള്ളയുടെ കുടുംബം പറയുകയാണ്, കാരണം അങ്ങനെ പറയുന്ന അവസ്ഥ. അപ്പം സത്യത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പിള്ളമാരാ, ഇവർ കുറുപ്പാ. ഇവൻ്റെ അച്ഛൻ്റെ പേര് രാജേന്ദ്ര കുറുപ്പ്, അങ്ങനെ എന്തോ ആയിരുന്നു. സത്യത്തിൽ ഇവൻ തെറ്റിദ്ധരിപ്പിച്ചത് ആളുകളെ. തെന്നല ബാലകൃഷ്ണപിള്ളയെ പോലെയുള്ള സംശുദ്ധമായ രാഷ്ട്രീയ വ്യക്തിത്വമുള്ള ആളുടെ കൊച്ചുമകൻ പേരക്കുട്ടി എന്ന ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചതാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, വീണ്ടും ഇതിലേക്ക് വരാം, ഇവൻ്റെ വേറെ വലങ്കിയായിട്ടുള്ള ഫെനി നൈനാൻ മത്സരിക്കുന്നുണ്ട്. ഈ പറഞ്ഞ താകല മാഫിയകളെയും അവിടെ രംഗത്തിറക്കിയിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയും വിലക്കെടുത്തത് പോലെയാണ് നിൽക്കുന്നത്. ഫെനി അവനും ഉണ്ട് മെമൻറ്റോസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥാപനം, ഈ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതൊക്കെ. അതിൻ്റെ പിന്നിനകത്ത് ചില ഇടപാടുകൾ പരിശോധിക്കപ്പെടേണ്ടതാണ് ഇതിനകത്തുള്ളത്. രണ്ടാമത്തെ കാര്യം, ഈ മെഡിക്കൽ ഫീൽഡിനകത്ത് നടക്കുന്ന വേറെ സാധനം എന്ന് പറഞ്ഞാൽ എക്സ്പയർഡായ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുന്നവരുണ്ട്. ഡേറ്റ് എക്സ്പയർഡായ മെഡിക്കൽസ്. ഇപ്പോൾ അത് ഗവൺമെൻറ് ആശുപത്രികളിലും ശരിക്കും പറഞ്ഞാൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഉൾപ്പെടെയുള്ളവർ ശ്രദ്ധിക്കേണ്ടത്. എന്നാലും മാസങ്ങളെ ഇനി അവർ താഴ്ത്തുള്ളെങ്കിലും പോകുന്നതിന് മുമ്പ് ഒരു ശുദ്ധീകരണം നടത്തിപ്പോണം. ഇതുവരെ ഉണ്ടായ ചില ചീത്തപ്പേരുകളെങ്കിലും മാറ്റിയെടുക്കാൻ അത് സഹായകരമാകും. കാരണം സാധനം എക്സ്പയർഡ് ആവുന്നു. എക്സ്പയർഡായ സാധനം കളക്ട് ചെയ്യുന്നതിനാണ്. പ്ലാസ്റ്റിക് കുപ്പിയും മറ്റേതും കൊണ്ട് റീസൈക്കിൾ ചെയ്യാൻ കൊണ്ടുപോകുന്ന പോലെ മരുന്ന് കൊണ്ടുപോയിട്ട് റീസൈക്കിൾ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ എത്ര ഭീകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് അത് പോകുന്നതെന്ന് ആലോചിക്കണം. അപ്പം ആളുകൾ മരുന്ന് മേടിക്കാൻ, തട്ടിപ്പ് നടത്തുന്ന, ലഹരിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാനൊക്കെ പല പരിപാടികൾ ചെയ്യാറുണ്ട്. കളറിലുള്ള പ്രിസ്ക്രിപ്ഷൻ ആണെങ്കിൽ പോലും കളർ ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് ഒരിടത്ത് പല മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മേടിക്കും, എന്നിട്ട് ഇവൻ ഇത് സെല്ല് ചെയ്യും. ഇത് അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു സ്ഥാനത്തിലേക്ക് ഇത് പോവുകയാണ്. അപ്പം ഇവർക്ക് മരുന്ന് കിട്ടിയ സോഴ്സ് കണ്ടുപിടിക്കേണ്ടതുണ്ട്. അത് കൊടുത്ത മെഡിക്കൽ ഷോപ്പ് സീൽ ചെയ്യേണ്ടതുണ്ട്. അത് കാരണം എന്ന് വെച്ചാൽ സർക്കാർ, കാരണം ആ ഷോപ്പിലപ്പോൾ എത്ര കണ്ട് മാൽ പ്രാക്ടീസ് നടന്നു കാണും. അത്തരം ഷോപ്പുകളുമായിട്ട് ഇവർക്കുള്ള ബന്ധം പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. GST വെട്ടിപ്പ് ഉണ്ടാവും. അപ്പം അതേപോലെ തന്നെ മറ്റൊന്ന്, ഈ ലിറ്റിൽ പ്ലാനറ്റിൻ്റെ മൊത്തത്തിലുള്ള ലിറ്റിൽ പ്ലാനറ്റിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തേണ്ടതാണ്. എൻ്റെ അഭിപ്രായത്തിൽ കേന്ദ്ര ഏജൻസികൾ തന്നെ, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് തന്നെ അന്വേഷിക്കേണ്ട വിഷയമാണെന്നാണ്. കാരണം പിന്നെ അടൂരുകാരനായിട്ടുള്ള ആ കൊച്ചു പയ്യൻ്റെ പഴയ മുഖം ഫോട്ടോയും ഒക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്, വളർന്നു പോകുന്ന സാഹചര്യങ്ങളുണ്ട്. അതിനകത്ത് മാനസികമായിട്ട് ചില പരിഗണനകളൊക്കെ കൊടുക്കാവുന്ന ചില വിഷയങ്ങളുണ്ട്, നമുക്ക് വേറൊരു വിഷയത്തിൽ ചർച്ച ചെയ്യാം. പക്ഷേ എന്തായിരുന്നാലും വളരെ ദുരൂഹമാണ്. കാരണം ഗർഭഛിദ്രത്തിന് അല്ലെങ്കിൽ ഡോക്ടർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അബോർട്ട് നടത്തുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇത് പ്രാകൃതകാലത്തെ രീതിയിൽ ചെയ്യുക, പക്ഷേ ആധുനിക കാലത്തെ മരുന്ന് ഉപയോഗിച്ചു. അത് പക്ഷേ അശാസ്ത്രീയമായ രീതിയിൽ ഉപയോഗിച്ചു, കൃത്യമായ കൺസൾട്ടിങ് ഇല്ലാതെ ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ, അതിന് പ്രേരിപ്പിച്ചു എന്ന് പറയുമ്പോൾ ജീവൻ വെച്ചുള്ള പന്താടലാണ്. ഒരു ജീവൻ നഷ്ടപ്പെടുത്തി മറ്റേ ജീവനും, കാരിങ് ആയിരുന്ന പെൺകുട്ടിയുടെയും കൂടെ ജീവൻ നഷ്ടപ്പെടുത്തുന്നതായിരുന്നു. അത് സാമൂഹ്യ വിരുദ്ധതയാണ്, മനുഷ്യത്വ വിരുദ്ധതയാണ്. അതോടൊപ്പം തന്നെ ഇതിനകത്ത് പിന്നിൽ വലിയൊരു തട്ടിപ്പ് നടന്നിട്ടുണ്ട്. അത് സാമ്പത്തികമായിട്ടുള്ള വലിയ ക്രമക്കേടുകളുടെ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ അത്തരം ക്രമക്കേടുകളുടെ ഒരു മഞ്ഞുമലയുടെയും കൂടി അറ്റം കൂടിയാണ് എന്നതുകൊണ്ട് ഗവൺമെൻറ് ഇത് സീരിയസ് ആയിട്ട് പരിഗണിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.